ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 41 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയ ഒരു കല്ലറയും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസേഫ് യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയിൽ അവൻ വന്നു അവൻ്റെ ശരീരം എടുത്തുകൊണ്ടുപോയി. നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകലം കൊണ്ടുള്ളൊരു കൂട്ടും കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാരുടെ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീലയിൽ പൊതിഞ്ഞു കെട്ടി പുതിയ കല്ലറയിൽ വെച്ചു. യേശു ജീവിച്ചിരുന്നപ്പോൾ തല ചായ്ക്കുവാൻ ഇടമില്ലായിരുന്നതുപോലെ താൻ മരിച്ചപ്പോഴും തൻ്റെ ശരീരം വയ്ക്കുവാൻ ഒരു കല്ലറയിലായിരുന്നു. അരിമത്തിയിലെ യോസെഫിൻ്റെ കല്ലറയിലാണ് അവനെ അടക്കിയത്. സ്വർഗത്തിലെ മഹാദൈവത്തിൻ്റെ മടിസ്ഥലം വിട്ട് മണ്ണിലേക്ക് വന്നപ്പോൾ കന്യകയിൽ നിന്ന് യേശു ജനിച്ചു. മനുഷ്യൻ്റെ അപമാനവും നിന്ദയും സഹിച്ച് ക്രൂശിൽ മരിച്ചു. കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു വീണ്ടും വരുമ്പോൾ നാമും രൂപാന്തരപ്പെടും. ക്രിസ്തു മരണത്തിന്മേൽ ജയം കൊണ്ടാടിയതിനാൽ നാമും മരണത്തിന്മേൽ ജയം പ്രാപിക്കും. പാപക്ഷമയും നിത്യജീവനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്കും നിത്യജീവന് ഓഹരിക്കാരാകാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.